ഉസ്താദേ, ഉമ്മയുടെ വാപ്പ മരണപ്പെട്ടു പോയി, ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ മജ്‌ലിസിൽ പോയിട്ട് ദുആ ചെയ്യാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? കാരണം ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള അവസാന സമയമായി. ഇപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ദുആ, മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കടന്നു വരാം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് എപ്പോ എവിടെ വെച്ചാണെന്നൊന്നും അറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം എപ്പോ വേണമെങ്കിലും തേടി വരാം. അതിന് പ്രത്യേക കാരണമോ രോഗമൊന്നും വേണ്ട. ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ നോക്കിക്കേ, കേരളത്തിൽ മംഗലാപുരത്ത് കർണാടകയിൽ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ സംഭവം നിങ്ങൾ വായിച്ചവരാ, പഠിച്ചവരാ. അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ലോഡ് വണ്ടിയും ഒരു വണ്ടിക്കകത്ത് ഒരു ലോഡ് തടിയുമായി പോകുമ്പോ ഒന്ന് വണ്ടി നിർത്തിയതാണ്. ആ ചെറുപ്പക്കാരൻ വണ്ടിക്കകത്ത് കിടന്നുറങ്ങുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മല ഇടിഞ്ഞ് മുകളിലേക്ക് വീണത്. ഇന്ന് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, സത്യം പറഞ്ഞാൽ ഇത്രത്തോളം ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നപ്പോ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഇന്ന് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ, ഈ വെള്ളിയാഴ്ച ദിവസം എൻ്റെ അടുക്കൽ എത്രയോ ആൾക്കാർ പറഞ്ഞു, ഉസ്താദ് ഇന്നത്തെ ജുമാക്ക് ദുആ ചെയ്യുമ്പോൾ അർജുനന് വേണ്ടി ദുആ ചെയ്യണേ. വെള്ളിയാഴ്ചത്തെ ദുആയിൽ പോലും ആ ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് ലോകത്തിന്റെ വെറും മലയാളികൾ മാത്രമല്ല, ആ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവന്റെ കുടുംബത്തോടൊപ്പം ഇന്ന് എല്ലാവരും പ്രാർത്ഥനയില, രക്ഷപ്പെടാൻ വേണ്ടി, രക്ഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒന്ന് കണ്ടുകിട്ടുവാനുള്ള ഒരു കാര്യത്തിലേക്ക് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് ഒരു സംഭവം, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി എന്നറിയുമ്പോ ആ ചെറുപ്പക്കാരന്റെ നാട്ടുകാരെ, പ്രത്യേകിച്ചും മലയാളികളായ സഹോദരങ്ങൾ, ആ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ രക്ഷപ്പെടുത്താൻ പലരും പറയുന്നു ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ മഴയും വെള്ളപ്പൊക്കവും കാറ്റുമടിക്കുന്ന ആ നാട്ടിൽ പോയിട്ട് ആ ചെറുപ്പക്കാരൻ എന്തു സംഭവിച്ചു, അവനെ കണ്ടെത്തണം, അതിനുവേണ്ടി എന്തു സഹായം ചെയ്യാനും ജനങ്ങൾ തയ്യാറാകുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഗുണം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് തകർന്ന ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം ആ സമയം കൊറോണയുടെ സമയമാണ്. ഗൾഫിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾ മുഴുവനും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സമയം, അവരുമായി ബന്ധപ്പെടുന്നവർ മുഴുവനും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സമയം. അപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് തകർത്തത്. ആ സമയത്താണ് സ്വന്തം ആരും ഒന്നും നോക്കിയില്ല. അവര് ക്വാറന്റൈനിലാണോ അല്ലെങ്കിൽ അവര് ഗൾഫിൽ നിന്ന് വരുന്നവരാണോ, അങ്ങനല്ല, ഒരു മനുഷ്യന്റെ ജീവന് കൊടുക്കേണ്ട വില കൊടുക്കാൻ അവർ തയ്യാറായി ഓടിച്ചാടി ചെന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യം. എന്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു സഹോദരൻ ഒരു ചാലിനകത്ത് അകപ്പെട്ടു പോയത്. വേസ്റ്റ് ഒഴുകുന്ന ഒരു ചാല്. സത്യം പറഞ്ഞാൽ ആ റോഡിലൂടെ നടന്നു പോകുന്നവര് പോലും ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മൂക്കുമൊത്തും. അത്രയും ദുർഗന്ധമടിക്കുന്ന ആ ചാലിനകത്ത് ഒരു സാധുവായ മനുഷ്യൻ അകപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി, ആ ചാലിനകത്ത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തോ വല്ലാതെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്ന രീതിയിൽ ആ ചാലിനകത്ത് ആ വൃത്തികെട്ട വെള്ളത്തിന്റെ അകത്ത് മുങ്ങുകയാ ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പ്രത്യേകിച്ചും മലയാളികളൊക്കെ ആ ഒരു വിഷയത്തിൽ വല്ലാത്ത ഒരു ബഹുമാനവും അതിന് വല്ലാത്തൊരു സ്ഥാനവും നൽകുന്നു. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് കടലിൽ മീൻ പിടിക്കുന്ന ആൾക്കാർ വള്ളമെടുത്തിട്ടാ പോയി രക്ഷപ്പെടുത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് സമയത്താണ് എങ്ങനെയാണ് അപകടം വരുന്നറിയില്ല. ആ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് 12 or 13 ദിവസമായി ഇതുവരെ എന്ത് സംഭവിച്ചെന്നറിയില്ല. ആ സഹോദരന്റെ കുടുംബം വല്ലാത്ത വേദനയില, വല്ലാത്ത സങ്കടത്തില. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരൻ, പ്രസവനെ നീ ആ സഹോദരനെ കണ്ടെത്താനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു അതുപോലെയുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും നമ്മളുടെ കുടുംബങ്ങളെയും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എപ്പോ എവിടെ വെച്ചാണ് അപകടം ഉണ്ടാവുക, മരണം ഉണ്ടാവുക നമുക്കറിയില്ല. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും മരിക്കൂലേ? മരിക്കുവോ? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ സ്റ്റേജിലുള്ള ആരും മിണ്ടണില്ല. മരിക്കുവോ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടെന്ന് അതിനർത്ഥം. മരിക്കുമോ എന്ന് നോക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്നല്ല, മരിക്കുവോ? നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ എന്തായാലും എല്ലാവരും ഒരു ദിവസം മരിക്കും. അപ്പം മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. അത്രയേ ഉള്ളൂ. എന്തായാലും ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. പക്ഷെ ആ മരിക്കുമ്പോ ആ അസ്റായിൽ നമ്മളെ കാണാൻ വരുന്നതിന് മുമ്പ്
ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നീ രക്ഷപ്പെട്ടു, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ പറയുന്ന കാര്യം ചെയ്യാതെയാണ് നീ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്താണോ ചെയ്യാനുള്ളത് ആ ചെയ്യാനുള്ള നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാ 3 ദിവസമുണ്ട്. ഈ 3 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ആ നന്മകൾ പഠിക്കാം, എന്നിട്ട് ആ നന്മകൾ ചെയ്യാം. മരിക്കുന്നതിന് മുമ്പ് ആ നന്മകൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഇരിക്കല്ലേ, ഇരിക്കല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ, ഇരിക്കല്ലേ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മരിച്ച എവിടെ പോകാം, എവിടെ പോകാം? സ്വർഗത്തിൽ പോകാം. അല്ലാതെ വെറും കയ്യോടെയാണ് പോകുന്നതെങ്കിൽ പണ്ട് ആരോ ചന്തയ്ക്ക് പോയതുപോലെ ആയി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മരണം കടന്നു വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ കടലിൽ കിടന്നാണോ, കരയിൽ കിടന്നാണോ, ആകാശത്ത് വെച്ചാണോ, പടച്ചവനെ വീടിനകത്താണോ, വാഹനത്തിലാണോ, നടുറോഡിലാണോ, ഹോസ്പിറ്റലിലാണോ, വെന്റിലേറ്ററിലാണോ, എവിടെ കിടന്നാണ് നീ മരിക്കുന്നതെന്നറിയില്ല. പക്ഷേ നീ എവിടെ കിടന്നു മരിച്ചാലും മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞിട്ടേ നീ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. നീ എവിടെ കിടന്നു മരിച്ചാലും നിന്റെ ആ അവസാനത്തെ വാക്ക്, നിന്റെ നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ അവസാനമായി പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞു മുസ്ലിമായിട്ടേ നീ മരിക്കാവൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം, നീ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ആമീൻ വേണമെങ്കിൽ പറയാനൊക്കെ അറിയാം അല്ലേ? വേണമെന്ന് വെച്ച ശബ്ദമൊക്കെ ഉയർത്തി പറയാനറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ട് മരിക്കണം? എന്ത് പറഞ്ഞിട്ട് മരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലരൊക്കെ ചിരിക്കുന്നു, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ഈ ദിക്ർ പറയും. ഉസ്താദ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ എടാ മുതുകുടിക്കാൻ അറിയത്തില്ല ഈ ദിക്ർ.